Mutual fund investments are subject to market risks. Read all scheme-related documents carefully. നിങ്ങൾ RupeeMonk ചാനൽ കാണുന്നതും ആസ്ക് RupeeMonk സർവീസ് ഉപയോഗിക്കുന്നതും ഏറ്റവും കുറഞ്ഞ ചെലവിൽ നല്ല നേട്ടം തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളും മറ്റുള്ള സേവിങ്സ് സൗകര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുക എന്നറിയാനായിട്ടാണ്. നമ്മൾ അധികം പരാമർശിക്കാത്ത ഒരു തരം ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഒരു തരത്തിലുള്ള ഫണ്ടുകളാണ്. പാസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ടിനെയാണ് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയാം. പാസീവായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അത് എങ്ങനെ ആക്റ്റീവ് ഫണ്ടുകളുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിക്കനുസരിച്ച് മ്യൂച്വൽ ഫണ്ടുകളെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആക്റ്റീവ് ഫണ്ടുകൾ, രണ്ട് പാസീവ് ഫണ്ടുകൾ. ആക്റ്റീവ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട് മാനേജറും ഫണ്ട് മാനേജ്മെൻറ്റ് ടീമും വളരെ കൃത്യമായിട്ട് ഓരോ സ്റ്റോക്കുകളെയും എടുത്ത് പഠിച്ച് അതിൻ്റെ പൊട്ടൻഷ്യലും അതിൻ്റെ പെർഫോമൻസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള വാങ്ങൽ വിൽപ്പനകൾ വഴി നമ്മൾക്ക് നല്ല രീതിയിലുള്ളൊരു നേട്ടം കൊണ്ടുവന്ന് തരാൻ ശ്രമിക്കുന്നതിനെയാണ് ആക്റ്റീവ് ഫണ്ടുകൾ. അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് പാസീവ് ഫണ്ടുകൾ. പാസീവ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഇൻഡെക്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടം സ്റ്റോക്കുകളുടെയോ അതേ അനുപാതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിനെയാണ് ഈ പാസീവ് മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ്, ഇപ്പോൾ ഒരു നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി 50 സ്റ്റോക്കുകളുടെ അതേ അനുപാതത്തിലും അതേ അളവിലും സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഫണ്ടാണ് എന്ത്, ഈ നിഫ്റ്റി 50യുടെ ഇൻഡെക്സ് ഫണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മളുടെ ഫണ്ട് മാനേജർ കാര്യമായിട്ടുള്ള ബുദ്ധിയോ കഴിവോ ഒന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അവർ ഒരു നിശ്ചിത സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നു, അത് കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു, അത് ഒരു ലോങ് ടേമിലേക്ക് ഈ ഇൻഡെക്സിന് ഉണ്ടാകുന്ന നേട്ടം ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുകയും ചെയ്യുന്നു. ഈ ഫണ്ട് മാനേജറുടെ പണി വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ പാസീവ് ഫണ്ടുകൾക്ക് ആക്റ്റീവ് ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ എക്സ്പെൻസ് റേഷ്യോ മാത്രമേ ഉള്ളൂ. പല ആക്റ്റീവ് ഫണ്ടുകളെക്കാളും വൃത്തിയായിട്ട് നല്ല രീതിയിലുള്ള കൺസിസ്റ്റൻറ്റ് റിട്ടേൺ ഈ പാസീവ് ഫണ്ടുകൾ കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞൊരു ചെലവിൽ ഒരു ലോങ് ടേമിലേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരുന്നതിൻ്റെ അതേ അനുപാതത്തിൽ ഒരു നേട്ടം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ചെലവ് കുറഞ്ഞ ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളായിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകളും അതോടനുബന്ധിച്ചുള്ള ഓപ്ഷനുകളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ രംഗത്ത് വളരെയധികം ശ്രദ്ധ വെടിച്ചു പറ്റിയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷനാണ് ഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫിനിറ്റിയിലെ പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ എളുപ്പത്തിൽ നടത്താനും വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിക്കാനുമുള്ള ഒരു സംവിധാനമുണ്ട്. 42ഓളം ഫണ്ട് ഹൗസുകളിൽ നിന്ന് 5000-തോളം മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റർമാരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ് ഫിനിറ്റി. നമ്മുടെ ചാനലിൽ മുൻപ് ഫിനിറ്റിയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ധാരാളം പേര് ഫിനിറ്റിയുടെ അക്കൗണ്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഫിനിറ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പാൻ കാർഡും ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരികയും ആ OTP കൺഫേം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഫിനിറ്റി ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസീവ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അതിൽ കാണാനായിട്ട് സാധിക്കും. വളരെ ചെറിയ ചാർജുകളിൽ പാസീവ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിനിറ്റി ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ബ്രോക്കർക്കോ ബാങ്കിനോ കൊടുക്കുന്ന ചാർജുകളും ഇവിടെ ഈടാക്കപ്പെടുന്നില്ല. നമ്മൾ എല്ലാ ഇൻഡെക്സുകളും ഇപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സ് ആവട്ടെ, BSEയുടെ സെൻസെക്സ് 30 ഇൻഡെക്സ് ആവട്ടെ, ഏത് ഇൻഡെക്സ് ആയാലും ഓട്ടോമാറ്റിക്കലി ആ ഇൻഡെക്സുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളിൽ നിന്നുള്ള സ്റ്റോക്കുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ഈ 50 സ്റ്റോക്കുകളും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികളെല്ലാം കവർ ചെയ്യുന്ന സ്റ്റോക്കുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ
ഇൻവെസ്റ്റ്മെൻറ്റും ഡൈവേഴ്സിഫൈ ആവുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞൊരു കോസ്റ്റാണ് ഇതിന് ഈടാക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നെ ഒരു മാർക്കറ്റിൻ്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ചുള്ള അതേ രീതിയിലുള്ള ഒരു റിട്ടേണും ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് ഈ ഇൻഡെക്സ് ഫണ്ടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ പ്രത്യേകത. 4 ഡിഫറെൻറ്റ് ഓപ്ഷനുകളാണ് ഫിനിറ്റി പാസീവ് ഇൻഡെക്സ് ഫണ്ടുകൾ പ്രദാനം ചെയ്യുന്നത്. ഒന്ന് നിഫ്റ്റി ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ, രണ്ടാമത്തേത് സെൻസെക്സ് ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ, മൂന്നാമത്തേത് തീമാറ്റിക് ആയിട്ടുള്ള ഫണ്ടുകൾ, നാലാമത്തേത് ഗ്ലോബൽ ഇൻഡെക്സ് ഫണ്ടുകൾ. ഇതിൽ നിഫ്റ്റി ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നിഫ്റ്റി 50 പോലുള്ള ഇൻഡെക്സുകളെ അടിസ്ഥാനമാക്കിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ. സെൻസെക്സ് ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? BSE സെൻസെക്സിൻ്റെ ഇൻഡെക്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ. തീമാറ്റിക് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക തീമിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ഫാർമ തീം അല്ലെങ്കിൽ IT തീം, കൺസംഷൻ തീം, അങ്ങനെയുള്ള തീമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ. അതുപോലെ ഗ്ലോബൽ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നാസ്ഡാക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അമേരിക്കയുടെ ഓഹരി വിപണി നാസ്ഡാക്ക്, S&P എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള ഇൻഡെക്സുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ. അപ്പോൾ ഈ 4 തരത്തിലുള്ള ഇൻഡെക്സ് ഫണ്ടുകളിലും വളരെ എളുപ്പത്തിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഓപ്ഷനാണ് ഫിനിറ്റി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് സെൻസെക്സ് ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകളും അതുപോലെ നിഫ്റ്റി ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകളിലുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെൻസെക്സിലും നിഫ്റ്റിയിലുമൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളും പ്രധാനപ്പെട്ട വ്യവസായങ്ങളിലെ ഏറ്റവും ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗ്രോത്ത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടും ഒരു ലോങ് ടൈമിലേക്ക് വളരെ വലിയ റിട്ടേണും നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. താരതമ്യേന കുറഞ്ഞ റിസ്ക്കുമാണ് അത്തരം ഫണ്ടുകൾക്കുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ നിഫ്റ്റി ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകളോ സെൻസെക്സ് ബാക്ക്ഡ് ഇൻഡെക്സ് ഫണ്ടുകളോ ഉപയോഗിക്കാനായിട്ട് ആണ് ശ്രമിക്കേണ്ടത്. നിഫ്റ്റി ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച 50 കമ്പനികളുടെ സ്റ്റോക്കുകൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഇൻഡെക്സിനെയാണ് എന്ത് പറയുക? നിഫ്റ്റി 50 ഇൻഡെക്സ് എന്ന് പറയുക. അതുപോലെ തന്നെ ആദ്യത്തെ 150 എണ്ണാകുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150, അതുപോലെ ആദ്യത്തെ 250 ആകുമ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡെക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50 തന്നെയാണ്. അപ്പോൾ ഈ നിഫ്റ്റി 50യുടെ ഒരു ലാസ്റ്റത്തെ ഒരു 5 വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11% മുകളിൽ ഓരോ വർഷവും നമുക്ക് നേട്ടം തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ഈ ഒരു ഗ്രോത്ത് നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 10% മുകളിൽ നേട്ടം തീർച്ചയായിട്ടും ലഭിക്കാനുള്ള സാധ്യതയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് പോലെ നിങ്ങൾക്ക് നിഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് ഇൻഡെക്സ് ഫണ്ടുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടുകളുടെ പെർഫോമൻസ്, അതിൻ്റെ ഫണ്ട് മാനേജർ ഡീറ്റെയിൽസ്, അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ, അതുപോലെ ട്രാക്കിംഗ് എറർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൻ്റെ ഒരു ഫിൽറ്ററിങ് ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവർ തരുന്നുണ്ട്. ഇനി ഒരു ഇൻഡെക്സ് ഫണ്ടിൽ എങ്ങനെ ഫിനിറ്റി ഉപയോഗിച്ച് നിക്ഷേപിക്കാം എന്നുള്ളത് കാണിച്ചു തരാം. UTIയുടെ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ട് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ ഒരു ഗ്രാഫിൻ്റെ രൂപത്തിൽ പല കാലയളവിൽ ആ ഫണ്ട് തന്നിട്ടുള്ള നേട്ടം നിങ്ങൾക്ക് ഗ്രാഫിൻ്റെ രൂപത്തിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ പ്രധാനമായിട്ടും ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ, 2 അതിൻ്റെ ട്രാക്കിംഗ് എറർ. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ഒരു 100 രൂപയിൽ അതിൻ്റെ ചെലവുകൾക്കായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി എത്ര രൂപ ഈടാക്കും എന്നുള്ളതാണ് ഈ എക്സ്പെൻസ് റേഷ്യോ. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.2% ആണ്. അതായത് 100 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 20 പൈസ ഒരു വർഷം നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ചിലവുണ്ടായിരിക്കും, മ്യൂച്വൽ ഫണ്ട് കമ്പനി ചിലവായിട്ട് എടുക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇൻഡെക്സ് ഫണ്ടുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ട്രാക്കിംഗ് എററാണ്. ട്രാക്കിംഗ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ നിഫ്റ്റി 50 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫണ്ടാണ് UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്. അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? നിഫ്റ്റിയുടെ അതേ രീതിയിൽ തന്നെയുള്ള ഒരു വളർച്ച നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വളർച്ചയിൽ വരുന്ന വ്യത്യാസത്തിനെയാണ് ട്രാക്കിംഗ് എറർ എന്ന് പറയുക. അപ്പോൾ ഈ ട്രാക്കിംഗ് എറർ കുറഞ്ഞിട്ടുള്ള ഫണ്ടുകളിൽ വേണം നമ്മൾ നിക്ഷേപിക്കാൻ. ട്രാക്കിംഗ് എറർ കൂടുന്തോറും ആ ഫണ്ട് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഫണ്ടിൽ ട്രാക്കിംഗ് എറർ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഒരു ഫണ്ടാണ്. 0.02 ആണ് അതിൻ്റെ ട്രാക്കിംഗ് എറർ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഈ ഫിനിറ്റിയുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം
എല്ലാം തന്നെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഈ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ, അതായത് ഈ ഫണ്ടിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ എത്രയൊക്കെ ശതമാനം അളവിലാണ് ഇതുള്ളത്, ഇതിൻ്റെ കാലാകാലങ്ങളിലുള്ള റിട്ടേൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഈ ഡീറ്റെയിൽസ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു ഇൻഡെക്സിനെ അധിഷ്ഠിതമായിട്ട് ആണ് ഒരു ഇൻഡെക്സ് ഫണ്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കോസ്റ്റ് വളരെ കുറവാണെന്നുള്ളത് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അങ്ങനെ കോസ്റ്റ് കുറവായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കാലം ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത്രയും അതിന് നേട്ടം നമുക്ക് കൂടും. അതായത് നമ്മൾ ഈ കോമ്പൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾക്ക് ഇപ്പോൾ നഷ്ടം വരുന്നത് ചിലപ്പോൾ 1% ഒരു വ്യത്യാസം വരുന്നു 1% എന്നുണ്ടെങ്കിലും കാലം കഴിയും തോറും എത്ര കാലം നമ്മൾ കൂടുതൽ നിക്ഷേപിക്കുന്നോ അത്രയും നേട്ടം നമുക്ക് കൂടുതലുണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഫണ്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ എക്സ്പെൻസ് റേഷ്യോയും നല്ല പെർഫോമൻസും നല്ല പൊട്ടൻഷ്യലും ഉള്ള ഫണ്ടുകൾ സെലക്ട് ചെയ്യണം. അതേസമയം തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത എന്നാൽ ഒരു തെറ്റില്ലാത്ത ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. അതിൽ ഇപ്പോൾ ഫിനിറ്റി വഴി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും വളരെ ക്ലിയർ ആയിട്ടും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കാണുന്ന ഇൻവെസ്റ്റ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ലംസം എന്നും SIP എന്നും പറഞ്ഞ 2 ഓപ്ഷനുകൾ കിട്ടും. ലംസം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു എമൗണ്ട് ഒറ്റ തവണയായിട്ട് ഇടുന്നതും, SIP എന്ന് പറഞ്ഞാൽ മാസത്തവണകളായിട്ട് നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് ഇടുകയും ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറയുക. ഇപ്പോൾ ഒരു ശമ്പള വരുമാനക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ SIP ചെയ്യുമായിരിക്കും ഉചിതം. അതേസമയം തന്നെ ഒരു വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ ലംസം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. 500 രൂപയാണ് മിനിമം SIP എമൗണ്ട്. ഒരു 500 എന്നുള്ളൊരു ചെറിയ തുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷേ 500 രൂപ വെച്ച് നിങ്ങളൊരു 10 വർഷം നിങ്ങൾ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് ഒരു 10 വർഷത്തെ ഒരു കണക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതേ രീതിയിൽ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1,40,000 രൂപയോളം നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകൾ വളരെ നല്ല രീതിയിൽ ഇന്ത്യൻ എക്കണോമി വളരുന്നതിനനുസരിച്ച് വളരുകയും അതേപോലെ നമ്മൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അതിന്മേലുണ്ടാക്കുന്ന ലാഭം വീണ്ടും ഇൻവെസ്റ്റഡ് ആയി പോകുന്ന രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ വലിയൊരു നേട്ടം ഉണ്ടാക്കി തരുന്നതാണ് ഈ ഇൻഡെക്സ് ഫണ്ടുകൾ. കൂടാതെ ഇപ്പോൾ ഫിനിറ്റി പോലുള്ള ആപ്ലിക്കേഷൻ വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് ബാങ്കുകളോ അല്ലെങ്കിൽ ബ്രോക്കർമാരോ കമ്മീഷൻ എടുക്കുന്നില്ല എന്നുള്ളതും കൊണ്ട് തന്നെ വളരെ വലിയൊരു നേട്ടം ഉണ്ടാകുന്നുണ്ട്. ഈ SIP ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും മാസത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവസാനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പൈസ തികഞ്ഞില്ല എന്ന് വരും. അപ്പോൾ എപ്പോഴും മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ SIP ഡേറ്റ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടിന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പേയ്മെൻറ്റ് മോഡ് നിങ്ങൾക്ക് ബാങ്ക് വഴിയോ അല്ലെങ്കിൽ UPI വഴിയോ ഗൂഗിൾ പേ വഴിയോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഫിനിറ്റിയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനും അതിലെ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഞാൻ പേഴ്സണലി എൻ്റെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഗോളിന് ഞാനൊരു ഇൻഡെക്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതാണെന്ന് നമ്മൾ മുൻപ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ആ ഫണ്ടിൻ്റെ പേര് അറിയാനായിട്ട് സാധിക്കും. അറിയുന്നവർ നിങ്ങൾ ഒന്ന് കമൻറ്റും കൂടെ ചെയ്താൽ നന്നായിരിക്കും. ആ ഫണ്ട് എനിക്ക് വളരെ നല്ലൊരു നേട്ടം നേടി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. അതുപോലെ ഒരു നല്ലൊരു നേട്ടം നേടിത്തരാനായിട്ട് നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ടുകൾ ചൂസ് ചെയ്യാം. അത് ഫിനിറ്റി ആപ്പ് വഴിയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ നടത്താനും സാധിക്കും. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആസ്ക് RupeeMonk സർവീസിൻ്റെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട.